Good morning my dear kids. Welcome to my kids garden. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയ ക്ലാസ്സിലോട്ട് പോയാലോ? നമ്മൾ കുറേ ക്ലാസ്സുകൾ കണ്ടു. മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ കുറേ പോർഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി അല്ലേ? ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. മലയാളത്തിൻ്റെ ഡിറ്റക്ഷൻ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കുറേ ക്ലാസ്സുകളൊക്കെ പഠിച്ചില്ലേ? അപ്പൊ എനിക്ക് അറിയണ്ടേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ? നിങ്ങൾക്ക് എങ്ങനെ എഴുതണ്ടേന്നും വായിക്കണ്ടേന്നൊക്കെ മനസ്സിലായോ എന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ഇന്നൊരു ക്ലാസ്സിൽ നമുക്കപ്പോൾ ഇന്നൊന്ന് ഡിക്റ്റേഷൻ ഇട്ട് നോക്കിയാലോ? എല്ലാവരും റെഡിയാണോ? എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എന്തോ ചെയ്യുക, ഒരു ബുക്കും ഒരു പെൻസിലും എടുക്കുക, റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഞാൻ പറയാം, ഞാൻ വാക്കുകൾ പറയും, നിങ്ങൾ എന്തോ ചെയ്യുക, ഞാനൊന്ന് ഹോൾഡ് ചെയ്യും. നിങ്ങൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈമാണ് ഹോൾഡ് ചെയ്യുന്നത്. ആ ടൈമിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ വീഡിയോ പാസ് അടിച്ച് വെച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ട് പ്ലേ ചെയ്ത് നോക്കുക. അപ്പം അറിയാലോ നിങ്ങൾ എഴുതിയതും ഞാൻ എഴുതിയതും കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന അക്ഷരം എഴുതിക്കേ. റാ. ഏതാണ് അക്ഷരം? റാ. എന്റെ എല്ലാ കുഞ്ഞുമക്കളും എഴുതണേ. എഴുതിക്കേ. റാ. എഴുതി കഴിഞ്ഞോ? എങ്ങനെയാണ് റാ എഴുതുന്നത്? റാ. എല്ലാവർക്കും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത അക്ഷരം പറയട്ടെ. അടുത്ത അക്ഷരമാണ് ഞാ. ഞാ. എഴുതി കഴിഞ്ഞോ? എങ്ങനെയാണ് ഞാൻ എഴുതുന്നത്? റാ പോലെ വന്നു, ഒരു റായിനെ കൊടുക്കപ്പം ഞായായി. അടുത്ത അക്ഷരമാണ് ത. അടുത്ത അക്ഷരമാണ് ത. ത എങ്ങനെ എഴുതുന്നേ? നമ്മൾ റാ പോലെ എഴുതി, അകത്തൂടെ കയറി വെളിയിലോട്ട് ചാടപ്പം തായായി മാറി. പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അടുത്ത അക്ഷരം പാ. പാ. എങ്ങനെയാണ് പാ എഴുതുന്നത്? ഒരു കുഞ്ഞു റായിനെ കൊടുത്തു, നീട്ടിട്ട് മേലോട്ട് കയറി, അപ്പം പായായി മാറി. അടുത്ത അക്ഷരമാണ് വാ. വാ. വായിനെ എങ്ങനെ എഴുതുന്നത്? ഒരു വലിയ റാ കൊടുത്തു, എന്നിട്ട് ചെറുതായിട്ട് നീട്ടി മേളിലോട്ട് വന്നു. വാ. അടുത്തത് മാ. എന്താണ്? മാ. മാ എങ്ങനെ എഴുതുന്നത്? നമ്മള് പൂ പോലെ വരയ്ക്കില്ലേ? എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതുന്ന മാ. അടുത്തതാണ് ല. എന്താണ്? ല. എങ്ങനെ ല എഴുതുന്നത്? ഒരു കുഞ്ഞു റൗണ്ട് വന്നു, താഴോട്ട് വന്നു, ഇങ്ങോട്ട് പോയി മേലോട്ട് വന്നു. ല. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നതാണ്. ഇനി ഞാൻ ഇതൊന്ന് റൈസ് ചെയ്യട്ടെ. അടുത്തത് പറഞ്ഞേ. അടുത്തത് എഴുതിക്കേ. പറ. ഇത്ര അക്ഷരങ്ങൾ എഴുതിയില്ലേ? ഇനി നമുക്ക് വാക്കുകൾ എഴുതാം. പറ. എങ്ങനെ എഴുതുന്നത്? പായിനെ എഴുതി, റായിനെ എഴുതി, പറ. എളുപ്പമല്ലേ? അടുത്തത് പന. പന. പന എങ്ങനെ എഴുതുന്നത്? പായിനെ എഴുതി, ഞായിനെ എഴുതി, പന.
അടുത്തത് പത. പത. പത എങ്ങനെ എഴുതുന്നത്? പായിനെ എഴുതി തായിനെ എഴുതി. അടുത്തത് വല. വല. വല എങ്ങനെ എഴുതുന്നത്? വായിനെ എഴുതി ലായിനെ എഴുതി. അടുത്തത് വര. വര. വര എങ്ങനെ എഴുതുന്നത്? വായിനെ എഴുതി രായിനെ എഴുതി. അടുത്തത് മല. മല. മല എങ്ങനെ എഴുതുന്നേ? മായിനെ എഴുതി ലായിനെ എഴുതി മല. അടുത്തത് മന. മന എങ്ങനെ എഴുതുന്നേ? മായിനെ എഴുതി ഞായിനെ എഴുതി മന. അടുത്തത് തല. തല. തല എങ്ങനെ എഴുതുന്നേ? തായിനെ എഴുതി ലായിനെ എഴുതി തല. അടുത്തത് ലത. ലത. ലത എങ്ങനെയാ? ലായിനെ എഴുതി തായിനെ എഴുതി ലത. അടുത്തത് പറവ. പറവ എങ്ങനെ എഴുതുന്നേ? പാ റാ വാ പറവ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് വാക്കുകൾ നമ്മൾ ഡിറ്റേഷൻ ഇടും. എത്ര വാക്കുകളുണ്ട് ഇത്? 10ൽ 10 കിട്ടിയ എത്ര പേരുണ്ട്? 10 എത്ര കിട്ടിയ എത്ര പേരുണ്ട്? എല്ലാ കുഞ്ഞുമക്കൾക്കും 10 10 കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആർക്കെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, നമുക്ക് ഇതുപോലെ പതുക്കെ പതുക്കെ ക്ലിയർ ആക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഡിറ്റേഷനും കൂടെ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.